നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം ചാരവശാൽ ബുധൻ സ്വന്തം നിജക്ഷേത്രമായ മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ആ മീനൻ രാശിയിൽ പ്രവേശിക്കുന്ന ബുധൻ 20 ദിവസക്കാലമാണ് തൻ്റെ നിജരാശിയായ മീനത്തിൽ നിൽക്കുന്നത്. പക്ഷെ ബുധനെ നിജരാശിയിലാണെങ്കിലും ബുധൻ്റെ ഓരോ മാറ്റവും വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ബുധ ഫലതസ്തു സർവത, ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാകുന്നു ബുധൻ. അതിനാൽ ബുധൻ്റെ ഈ അരിഷ്ടതകൾ, നിജരാശിയിലേക്കുള്ള സ്ഥിതി എപ്രകാരം ശുഭാശുഭ ഫലത്തെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ബുധനെ കൊണ്ടാണ് എല്ലാതരം വിദ്യകളും നാം ചിന്തിക്കുന്നത്. വചനം ജ്ഞാനമിന്ദോസ്തനൂജ, വചനം, വാക്ക്, അറിവ്, ഇതൊക്കെ ബുധൻ്റെ കാരക ധർമ്മങ്ങളാകുന്നു. ബുധനെ കൊണ്ടാണ് വിദ്യയുമായി ബന്ധപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളും, ടെക്നിക്കലായ സ്റ്റഡീസ്, പ്രിൻറ്റിങ് മുതൽ എല്ലാ മേഖലകളിലും ഒക്കെ ചിന്തിക്കുന്നത്. ഫോറൻസിക്കുമായി ബന്ധപ്പെടുന്ന സ്റ്റഡീസിനൊക്കെ തന്നെ ബുധൻ ജ്യോതിഷത്തിൽ നല്ല സ്ഥാനത്തായിരിക്കണം. ഈവൻ ഒരു ജ്യോതിഷിക്ക് ബുധൻ നല്ല സ്ഥാനത്താണെങ്കിൽ മാത്രമേ നന്നായി ഫലപ്രവചനം നടത്തുവാൻ കഴിയുകയുള്ളൂ. അത്രത്തോളം ബുധൻ ദ ഇൻ്റലക്ച്വൽ പ്ലാനറ്റ് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഈ ബുധൻ അത്രയധികം ദുർബലമായി നീചരാശിയിൽ നിൽക്കുമ്പോൾ എങ്ങനെ ഈ ബുധഗ്രഹത്തെ നമുക്ക് സന്തോഷിപ്പിക്കാം? ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയേ നമഃ എന്താകുന്നു ആ ശക്തമായ നരസിംഹ മന്ത്രം. ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയേ നമഃ. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യുർ നമാമ്യഹം എന്ന നരസിംഹ മന്ത്രം ഇവിടെ നിർബന്ധമായും എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ഉരുവിടുക. ബുധനെ കൊണ്ട് ജ്യോതിഷത്തിൽ ശ്രീരാമാദ്യ അവതാരം വിഷ്ണുര് ഇതരക്ഷേത്രേഷു ചന്ദ്രാത്മജ എന്നാണ് പറയുന്നത്. വ്യാഴം മഹാവിഷ്ണുവാകുന്നു, ജീവോ നാരായണ. പക്ഷേ ബുധനെ കൊണ്ടാണ് ദ ഇൻകാർണേഷൻ ഓഫ് ലോർഡ് വിഷ്ണു, അവതാര ദൈവങ്ങളെ ചിന്തിക്കേണ്ടത്. ശ്രീരാമൻ മുതൽ കൽക്കി വരെയുള്ള 10 അവതാരങ്ങളെയും നാം ചിന്തിക്കേണ്ടത് ബുധനെ കൊണ്ടാണ്. അതിനാൽ പെട്ടെന്ന് ഫലം ലഭിക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകിച്ച് പറയുക, ഈ ബുധൻ്റെ നീചരാശി സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പാനകം, തുളസിമാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി അല്ലെങ്കിൽ സുദർശന പുഷ്പാഞ്ജലി വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. അവിടെ നരസിംഹസ്വാമിക്ക് മേൽപ്പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്ത് നന്നായി നരസിംഹ മന്ത്രം ജപിക്കണം. ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഃ എന്ന മന്ത്രം. ഏതായാലും ഈ ബുധൻ്റെ നിജരാശിയിലുള്ള മീനൻ രാശിയിലേക്കുള്ള ഈ മാറ്റം 20 ദിവസക്കാലം എപ്രകാരമാണ് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നത് ഓരോ രാശികൾക്കും എന്നാണ് നാം പരിശോധിക്കുന്നത്. ബുധൻ 2026 ഏപ്രിൽ മാസം 10-ാം തീയതി മുതൽ ഏപ്രിൽ മാസം 30-ാം തീയതി വരെയുള്ള 20 ദിവസക്കാലമാണ് നീചരാശിയിലേക്ക് പ്രവേശിക്കുന്നത്. മീനമാസം 27-ാം തീയതി മുതൽ മേടമാസം 17-ാം തീയതി വരെയുള്ള 20 ദിനങ്ങൾ. അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമയം. 2 ഭാവങ്ങളുടെ അധിപനാണ് ഇവിടെ ബുധൻ. ഒന്ന് അവരുടെ ബുദ്ധിപതിയാണ്, അവരുടെ സന്താനപതിയാണ്. മറ്റൊന്ന് അവരുടെ അഷ്ടമാധിപനാണ്. അങ്ങേറ്റം ദുർബലമായ 8-ാം ഭാവാധിപത്യവും ബുധനുണ്ട്. അതിനാൽ ഇവിടെ സന്താനങ്ങൾക്കുണ്ടാകുന്ന അരിഷ്ടങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പേപ്പറിൽ രേഖാപരമായി എഴുതി വാങ്ങാതെ ഒരു ധനപരമായി ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യാൻ പാടില്ല. രേഖയിലൂടെ തനിക്ക് ചതിവ് വരാം. അപ്രകാരം സന്താനങ്ങൾക്ക് അരിഷ്ടത വരാം. എബോർഷനാകാം സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ പ്രിമിച്ചർ ബർത്താകാം. കാരണം സന്താനപതിയായ ബുധനോടുകൂടി സൂര്യനും ശനിയും ചൊവ്വയുമാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള കുറേ പ്രയാസങ്ങൾ അനുഭവിക്കാം. 2-ൽ നിൽക്കുന്ന ബുധൻ ധനി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വരാഹമിഹിര ആചാര്യൻ, ധാരാളം ധനമുണ്ടാകും. പക്ഷേ ഇവിടെ ധന വിഷയം വളരെ ജാഗ്രത പാലിക്കണം. അറിയാതെ ചതിയിൽ പെട്ടുപോകരുത്. ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രത്യേകിച്ച് ഗാംബ്ലിങ്ങുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനത്തിൽ ഇടപെടുന്നവർ വളരെ ശ്രദ്ധിക്കണം. പിന്നീട് 2-ാം ഭാവം കുടുംബഭാവമാണ്. അവിടെ ബുധനൊക്കെ നിൽക്കുമ്പോൾ അനാവശ്യമായ വാഗ്വാദങ്ങളും തർക്കങ്ങളും കുടുംബജീവിതത്തിന് അലോസരം ഉണ്ടാക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ശ്രദ്ധിക്കണം. 2-ൽ നിൽക്കുന്ന ബുധൻ ധനേ ബുദ്ധിമാൻ ബോധനേ ബാഹുതേജാഹ സഭാസംഗതേ ഭാസതേ വ്യാസേവ, സദസ്സിൽ വ്യാസനെ പോലെ ശോഭിക്കുമെന്നാണ്. പക്ഷേ ഗ്രഹത്തിന് ദുർബലമായതിനാൽ അധികം ശോഭ ഉണ്ടാകില്ല. തൻ്റെ വാക്കുകൾ കൊണ്ടോ തൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടോ ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എന്ന് ശ്രദ്ധിക്കുക. പൃഥ്വധാരത കൽപ്പവൃക്ഷസ്യ തൽപ്പത്, കൽപ്പവൃക്ഷം പോലെ ധാരാളം ഔദാര്യം പ്രകടിപ്പിക്കും. പക്ഷേ ഇവിടെ തൻ്റെ ആവശ്യത്തിനുള്ള കാശ് കൊണ്ട് മാത്രം മതി ദാനം ചെയ്യൽ, അല്ലെങ്കിൽ താൻ കടപ്പെട്ടു പോകും.
ഉദയസ്തുയതേ ഭോഗത ശൽപദ്വയം. പണ്ഡിതന്മാർ തന്നെ സ്തുതിക്കും, ഭോഗത്തിൽ ഇയാൾ ഷഡ്പദമാണ്, ഒരു പൂമ്പാറ്റിയാണ്. അതിനാൽ അവിടെയും ശ്രദ്ധിച്ചു കൊള്ളണം. അനാവശ്യമായ വിവാദങ്ങളൊന്നും സ്ത്രീ വിഷയത്തിലില്ലാതെ ശ്രദ്ധിക്കുക. നന്ദി, നമസ്തേ.